ലോകസഭയിൽ വീണ്ടും രാഷ്ട്രീയ പകപോക്കലിന്റെ നാടകങ്ങൾ അരങ്ങേറുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സഭയിൽ നിന്നും പുറത്താക്കണമെന്നും അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഭരണപക്ഷം കൊണ്ടുവന്ന പ്രമേയം കേവലം ഒരു നടപടിയല്ല, മറിച്ച് ബി.ജെ.പി. കേന്ദ്രങ്ങൾ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ എത്രമാത്രം ഭയക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ്. ഭരണകേന്ദ്രത്തിന് വേണ്ടി മാത്രം കറങ്ങുന്ന ഒരു അച്ചുതണ്ടായി സ്പീക്കർ മാറുന്നതിനെതിരെ എം.പിമാർ ഒപ്പുവെച്ച അവിശ്വാസ പ്രമേയം നൽകാൻ തീരുമാനമെടുത്തതിന് പിന്നാലെയുള്ള ഈ നീക്കം അത് രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ്. വെറും ഒരു എം.പി. മാത്രമല്ല രാഹുൽ ഗാന്ധി, ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ ശബ്ദമാണ്, പ്രതിപക്ഷത്തിന്റെ നട്ടെല്ലാണ്. സഭയിൽ സർക്കാരിന്റെ വീഴ്ചകളെ അക്കമിട്ട് നിരത്തുന്ന അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ബി.ജെ.പി. എം.പി. നിഷികാന്ത് ദുബെ കൊണ്ടുവന്ന ഈ പ്രമേയം ജനാധിപത്യ വിരുദ്ധതയുടെ അങ്ങേ തലക്കിലാണ്. വിദേശചാരൻ എന്ന വിദേശ ഫണ്ട് കൈപ്പറ്റുന്നു തുടങ്ങിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണമെന്നാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ആവശ്യം. രാവിലെ സഭ സമ്മേളിച്ചപ്പോഴായിരുന്നു രാഹുലിനെതിരെ പ്രമേയം കൊണ്ടുവന്നത്. ബി.ജെ.പി. നേതാവ് നിഷികാന്ത് ദുബെ ആയിരുന്നു പ്രമേയം സഭയിൽ വായിച്ചത്. ഈ പ്രമേയത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി വിദേശചാരനാണ്, വിദേശത്തു നിന്നും ഫണ്ട് സ്വീകരിക്കുന്നു, ഇത് ഉപയോഗിച്ച് രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സ്പീക്കർ അയോഗ്യനാക്കി പ്രഖ്യാപിക്കണം. ഇതിന് പുറമെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും കാലാകാലങ്ങളോളം വിലക്കണമെന്നും പ്രമേയത്തിലൂടെ നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാവിലെ സഭ സമ്മേളിച്ചതിന് പിന്നാലെയാണ് ഈ വിഷയം സഭയിൽ വന്നത്. പിന്നാലെ പ്രതിപക്ഷ എംപിമാർ ഒറ്റക്കെട്ടായി നിഷികാന്തിന്റെ ഈ പ്രമേയത്തെ എതിർത്ത് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധത്തിന്റെ അലയൊലികൾ തീർത്തു. പ്രമേയം വാങ്ങി കീറിയെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ പ്രതികരിച്ചത്. ഇതോടെ സഭയിലെ വാക്പോര് കയ്യാങ്കളിയിലേക്ക് മാറി. പിന്നീട് സഭ നിർത്തിവെച്ച് പിരിയാമെന്ന് സ്പീക്കർ അറിയിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ലോക്സഭ ചേരുന്നുണ്ട്. ഈ പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി സ്പീക്കർ നൽകിയാൽ അത് വലിയ അപകടമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ. ലോക്സഭ അംഗത്തിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നത് തന്നെ അപൂർവമായ സംഭവമാണ്. ഈ പ്രമേയത്തിന് മേൽ ചർച്ച വന്നാൽ ഭരണപക്ഷത്തെ എംപിമാർക്ക് രാഹുൽ ഗാന്ധി അപമാനിക്കാനുള്ള സുവർണ അവസരമാണ് സ്പീക്കർ തുറന്നു നൽകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ലോക്സഭയെ തല കീഴായി നിർത്തുമെന്ന് പ്രതിപക്ഷ എംപിമാർ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ഇതോടെ പ്രമേയം തള്ളുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്നാൽ പതിവ് നിഷ്പക്ഷ മനോഭാവമൊന്നും നിലവിലെ ലോക്സഭാ സ്പീക്കർ ചെയറിൽ നിന്നും ഇരിക്കുന്നവർക്കില്ല. അവർ കണ്ണും പൂട്ടി എൻ.ഡി.എയും പ്രധാനമന്ത്രിയെയും അങ്ങ് പിന്തുണയ്ക്കും. അതുകൊണ്ട് തന്നെ രാഹുലിനെ അയോഗ്യനാക്കണമെന്നുള്ള പ്രമേയം സ്പീക്കർ അംഗീകരിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിനും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തിയതിനും രാഹുൽ ഗാന്ധിക്കെതിരെ തങ്ങൾ അവകാശ ലംഘന നോട്ടീസ് അയക്കാൻ പോവുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾക്ക് വ്യക്തമായ ചട്ടങ്ങളുണ്ട്. ഒരംഗം മറ്റൊരു അംഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് മുൻകൂട്ടി നോട്ടീസ് നൽകുകയും ആരോപണങ്ങൾ തെളിവുകൾ സഹിതം സ്ഥാപിക്കുകയും വേണമെന്ന് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ പരാമർശിച്ച് റിജിജു പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച അവകാശവാദങ്ങൾ സഭയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണമെന്നും താൻ സ്പീക്കറോട് അഭ്യർത്ഥിച്ചതായിട്ടും കേന്ദ്രമന്ത്രി തുറന്നു പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ത്യയെയും ഇന്ത്യൻ താൽപര്യങ്ങളെയും വിറ്റുവെന്ന് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് കേന്ദ്രമന്ത്രിയെ ചൊട്ടിപ്പിക്കാനുള്ള ഘടകം. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? മുൻകൂർ നോട്ടീസ് നൽകാതെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെയും രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണങ്ങൾ സഭയിൽ ഉന്നയിച്ചതായിട്ടും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെളിവുകളോ വാദങ്ങളോ നടപടിക്രമങ്ങളോ പാലിക്കാതെയാണ് കോൺഗ്രസ് നേതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് റിജിജു പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇന്ത്യയെ വിറ്റു, ഇന്ത്യയെ വിൽക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ല. നമ്മുടെ ദരിദ്ര കർഷകരെ തകർക്കാൻ നിങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ആണവ കരാറിൽ യുക്തിയില്ല. നിങ്ങൾ എന്താണ് ചെയ്തത്? തുടക്കത്തിൽ 3% ശരാശരി ഇപ്പോൾ അത് 18% 6 മടങ്ങ് വർധനവ്. US ഇറക്കുമതി $46 ബില്യൺ നിന്നും $146 ബില്യൺ ഉയരുമെന്നും ഇത് അസംബന്ധമാണെന്നുമാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. പിന്നാലെയാണ് അയോഗ്യനാക്കാനുള്ള നടപടികൾ ഇപ്പോൾ ബി.ജെ.പി. ആരംഭിച്ചിരിക്കുന്നത്. ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കുമെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ രൂക്ഷ വിമർശനങ്ങളാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ താൽപര്യങ്ങളെ പണയപ്പെടുത്തിയെന്നു എന്നും സാധാരണക്കാരെ കർഷകരെ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്നുവെന്നും കണക്കുകൾ നിരത്തിയ അദ്ദേഹം തുറന്നടിച്ചപ്പോൾ മറുപടി പറയാനില്ലാത്തവർ അയോഗ്യത ഭീഷണിയുമായിട്ട് രംഗത്ത് വരികയാണ്. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും കാത്തു സൂക്ഷിക്കേണ്ട സ്പീക്കർ ഭരണപക്ഷത്തിന് ഈ രാഷ്ട്രീയ പ്രമേയത്തിന് അനുമതി നൽകുന്നത് ജനാധിപത്യത്തിന് തന്നെ അപകടകരമാണ്. എൻ.ഡി.എ സർക്കാരിന്റെ ചട്ടുകമായി സ്പീക്കർ മാറുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രതിപക്ഷ എംപിമാർ സഭയിൽ ഒരേ സ്വരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ഈ പോരാട്ടം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ
സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയുള്ളതാണ്. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ന പ്രതിഭാസത്തെ അയോഗ്യത നാടകങ്ങൾ കൊണ്ട് തളയ്ക്കാനാകില്ല എന്ന് ഭരണപക്ഷം ഓർക്കുന്നത് നല്ലതായിരിക്കും.